നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MD വാസുദേവൻ നായർ നിര്യാതനായി. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായി തുടക്കം. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. കൊടകര വട്ടേക്കാട് വീട് കയറി നടത്തിയ ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റ് മരിച്ചു. വാർത്തകൾ വിശദമായി. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MD വാസുദേവൻ നായർ നിര്യാതനായി. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് അന്ത്യം. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, ചെറുകഥാകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച MT പത്രാധിപരായും ശോഭിച്ചു. ജ്ഞാനപീഠ ജേതാവാണ്. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം എന്നിവയും കേരള നിയമസഭാ പുരസ്കാരവും ലഭിച്ചു. ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ 1958 നാലുകെട്ടാണ്. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥ എഴുതി MT ചലച്ചിത്ര ലോകത്ത് പ്രവേശിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. 50-ലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് 4 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കായിരുന്നു ദേശീയ പുരസ്കാരം. MTയുടെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. കാലം, രണ്ടാം ഊഴം, വാനപ്രസ്ഥം എന്നിവ ഏറെ ശ്രദ്ധേയമായ കൃതികളാണ്. അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും NP മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബി പൊന്ന്, വാരണാസി എന്നിവയാണ് മറ്റു നോവലുകൾ. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 1996 കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി D.Litt ബിരുദം നൽകി. 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2005 രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വാസുദേവൻ നായർ നിളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതിയെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുന്നയൂർ കുളത്തുകാരനായ T. നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായിട്ടാണ് ജനനം. തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു ചെറുപ്പം ചിലവഴിച്ചത്. പൊടിപ്പള്ളിക്കൂടത്തിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നെ മലമക്കാവ് എലമെന്ററി സ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പാലക്കാട് വിക്ടോറിയ കോളേജിലായിരുന്നു ഉപരിപഠനം. രസതന്ത്രമായിരുന്നു ഐച്ഛിക വിഷയവുമായിട്ട് എടുത്തത്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1954 പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും പിന്നെ ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി. തുടർന്ന് മാതൃഭൂമിയിൽ ചേർന്നു.
അന്തരിച്ച വിഖ്യാത എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ മൃതദേഹം 5 മണിയോടെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിച്ചു. MTയുടെ വേർപാടിൽ അനുശോചിച്ച് സംസ്ഥാനത്ത് 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചു. ഭൗതിക ശരീരം കൊട്ടാരം റോഡിലെ അദ്ദേഹത്തിന്റെ വീടായ സിത്താരയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ, സിനിമാ ലോകത്തെ പ്രമുഖരുടെ നിര തന്നെ എത്തി. CPM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി മുതിർന്ന അംഗം TA ജോണി പതാക ഉയർത്തി. KP തോമസ്, CK ശശിധരൻ, സിനി ജോണി എന്നിവർ സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നു. നേതാക്കളായ MJ ബെന്നി രക്തസാക്ഷി പ്രമേയവും ജനീഷ് P ജോസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ UP ജോസഫ്, CK ഡേവിസ്, BD ദേവസി എന്നിവർ പ്രസംഗിച്ചു. ഏരിയ സെക്രട്ടറി KS അശോകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ ചർച്ചയും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കും. ശനിയാഴ്ച പ്രകടനം, റെഡ് വോളണ്ടറി മാർച്ച് എന്നിവ നടക്കും. തുടർന്ന് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജെയ്ക്ക് P തോമസ് പ്രസംഗിക്കും. സംസ്ഥാന സമ്മേളനം അടുത്ത മാസം കൊല്ലത്ത് വെച്ച് ചെയ്യും. സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നമ്മുടെ പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ലോക്കൽ സമ്മേളനങ്ങൾ വരെയുള്ള സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനങ്ങൾ. ഫ്രഞ്ച് നാടകരചയിതാവും സംവിധായകനുമായ ആൽഫ്രഡ് ജാറയുടെ ഉബറോബ് എന്ന നാടകം ഡിസംബർ 28 മുതൽ 30 വരെ കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദീപൻ ശിവരാജിന് സംവിധാനം ചെയ്ത് മലയാളത്തിലാണ് നാടകം അവതരിപ്പിക്കുക. ഏറെ കാലിക പ്രസക്തമായ വിഷയങ്ങൾ പറയാനാണ് ശ്രമിക്കുന്ന നാടകം. അവതരണ മികവിനാലും അഭിനയ പ്രതിഭ കൊണ്ടും നവ്യാനുഭവമായി മാറിയിട്ടുണ്ടെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. സിനിമാ നാടക പ്രഗത്ഭരായ ജെയിംസ് ഏലിയ, ജോസ് P റാഫേൽ എന്നിവർ നാടകത്തിൽ ഉണ്ട്. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നിർമ്മിച്ചിരിക്കുന്ന ഓക്സിജൻ തിയേറ്റർ കമ്പനിയാണ് നാടകം അവതരിപ്പിക്കുന്നത്. സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് VP ലിസൺ, OP സുധീഷ്, തച്ചൻ ബാബു എന്നിവർ പങ്കെടുത്തു. നാടകരംഗത്തെ സജീവ വ്യക്തിത്വമായി ദീപൻ ശിവരാമൻ മാറിയിട്ടുണ്ട്. ദീപനോടുള്ള സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, ആദരവിന്റെ ഒരു പ്രകടനത്തിന് വേദിയാകാനാണ് ദീപന്റെ സൗഹൃദ കൂട്ടായ്മ, സൗഹൃദ കൂട്ടം ഉബ്രോ എന്ന നാടകം കൊടകരയിൽ അവതരിപ്പിച്ചു. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ന്യൂയോർക്ക് കുട്ടനാടൻ ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ സഹായത്തോടെ ക്രിസ്തുമസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. കൂടപ്പുഴ അജന്ത ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് ചാലക്കുടി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷൻ MM അനിൽകുമാർ മുഖ്യ അതിഥിയായി. സെക്രട്ടറി സുധി കലാഭവൻ, അജന്ത ക്ലബ് പ്രസിഡന്റ് മധു ചിറക്കൽ, ഗായകൻ സുധീഷ് ചാലക്കുടി, പ്രദീപ് പൂലാനെ, അഖിലേഷ് രുദ്ര, അപർണ രവി തുടങ്ങിയവർ സംസാരിച്ചു. അത് മന്ത്രിയോടുള്ളതല്ല, ക്രിസ്തുവില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ആളുകളോടുള്ള ആ ആഘോഷങ്ങളുടെ മുമ്പിൽ ഞാനൊരു കറുത്ത കൊടി കാണിക്കുന്നു. നിങ്ങളുടെ ആഘോഷം ശരിയല്ല എന്നുള്ളതാണ്. ഈ രണ്ട് അടയാളം കൊണ്ടാണ് ഞാൻ ഈ 25 ദിവസം ഈ കാലത്ത് തൊട്ട് നടക്കുന്നത്. അങ്ങനെ കളിയാക്കുന്നവരുണ്ടാവും, സ്വീകരിക്കുന്നവരുണ്ടാവും. അത് കളിയാക്കിയാലും കൊള്ളും, സ്വീകരിച്ചാലും കൊള്ളാം. നമുക്ക് പോകുന്നൊരു വഴിയുണ്ടല്ലോ, ആ വഴിയിലൂടെ യാത്ര ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട് തരംഗിനോട് ചേർന്ന് ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരാൻ. കേക്ക് മുറിക്കുന്നതിനേക്കാൾ കേക്കായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. മറ്റുള്ളവർക്ക് മധുരം നൽകാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ, ഒരു ചെറു പുഞ്ചിരിയെങ്കിലും നമുക്ക് കാഴ്ചവെക്കാനായാൽ ഞാൻ അവരുടെ രക്ഷകനായിത്തീരും. അങ്ങനെ തരംഗ് ഈ നാട്ടിലെ അവശത അനുഭവിക്കുന്ന അവരുടെ രക്ഷകരായിത്തീരാൻ തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച തരംഗിൻ്റെ പ്രവർത്തകരോടുള്ള എൻ്റെ വലിയ അഭിമാനം പങ്കുവെച്ചുകൊണ്ട് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ
അച്ഛനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് വരാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷം. കൃത്യമായിട്ട് അച്ഛൻ്റെ സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ ഈ സമയം വെച്ചത്. അച്ഛനോട് ചോദിച്ചു, നമുക്ക് അച്ഛൻ്റെ സൗകര്യം പോലൊരു സമയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് ഇത് എൻ്റെ കൂട്ടുകാരൻ ഫെബിൻ എന്ന് പറയുന്ന അവരുടെ ന്യൂയോർക്കിൽ കുട്ടനാട് റെസ്റ്റോറൻറ്റ്, അവരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഒരു ക്രിസ്മസ് സമ്മാനമായിട്ടാണ് തരുന്നത്. ഈ സമ്മാനമാണ് നമ്മൾ തരംഗ് വഴി നിങ്ങളെ എല്ലാവർക്കും എത്തിക്കുന്നത്. വളരെ അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് അവരുടെ നമ്മളെ വിശ്വസിച്ച് നമ്മളെ എത്തിക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ വളരെ അടുത്ത ആളുകൾക്കാണ് നമ്മളിത് കൊടുക്കുന്ന ചെറിയൊരു സംഖ്യ ചികിത്സാ സഹായം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കിറ്റ്, ക്രിസ്മസ് കിറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത്. ഇതിന് ഞങ്ങൾക്ക് എടുക്കുന്ന ഒരു സന്തോഷം, ഈ ക്രിസ്മസിന് ഞങ്ങൾ ഈ ക്രിസ്മസിൻ്റെ ഞങ്ങളുടെ ഏതാഘോഷം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഈ ക്രിസ്മസിന് ഏറ്റവും ഓർക്കാവുന്ന ജീവിതത്തിലെ ഏറ്റവും ഓർമ്മ ഇനിയൊരു ഇടവേള.